പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. പാട്ട് പാടിക്കൊണ്ടിരുന്നു. മിക്സിയും വർക്ക് ചെയ്യുന്നില്ല. കേടായോ? മിക്സിക്ക് ഒരു കുഴപ്പമില്ല. അത് വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് വേണം. കറണ്ട് ഇല്ലേ? കറണ്ട് ഉണ്ട്, പക്ഷെ കറണ്ട് എവിടെയാണുള്ളത് എവിടെയാണ് ഇല്ലാത്തതെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇച്ചായ. മിക്സിയുടെയും കറണ്ടിന്റെ ഒന്നും പ്രശ്നമല്ല, ഈ വീട്ടിലെ വയറിങ്ങിന്റെ കുഴപ്പമാ. ഇച്ചായനോട് ഞാൻ ഇന്നലെ തൊട്ടേ പറയുന്നുണ്ട് അവരെ വിളിച്ചൊന്ന് പറയുന്നു. പക്ഷെ ഇച്ചായൻ അത് ചെവി കൊണ്ട് പോലും കേട്ടിട്ടില്ല. എൻ്റെ പൊന്നു മക്കള് പറഞ്ഞാൽ ഞാൻ വിളിച്ച് പറയാണ്ടിരിക്കോടി. ഞാൻ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു ഓമനക്കുട്ടി ആളെ അയക്കാന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആളെവിടെ? ആള് ഇച്ചായ, വാടക വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീർത്തു തരേണ്ട ബാധ്യത ആർക്കാണ്? ആർക്കാ? വീട്ടുടമസ്ഥർക്ക്. എന്നിട്ട് എന്താ അവര് ചെയ്യാത്തത്? എങ്ങനെ ചെയ്യും? അയ്യോ, ഭയങ്കര വലിയ കൂട്ടുകാരല്ലേ. കൂട്ടുകാരനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരോടും പറയാതെ വീട് വാടകയ്ക്ക് എടുത്തതല്ലേ. സ്വന്തം ഭാര്യയായ എന്നോട് പോലും പറയാതെ അല്ലേ? ശരിയാക്കി തരാം. ഹലോ, ആ ജോർജ് കുട്ടി പറ. ഓമനക്കുട്ട, ഞാൻ ഇന്നലെ ഒരു കാര്യം വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ? ആ വയറിങ്ങിന്റെ ആളെ വിടാന്ന് പറഞ്ഞ് വിട്ടില്ലല്ലോ. അയ്യോ, ഞാൻ അമ്മാവനോട് ഇന്നലെ തന്നെ പറഞ്ഞതാ. ആള് വന്നില്ലേ? വന്നെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കൂടാ. വന്നില്ല. ശരി, ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. നീ വെച്ചോ. ആ ശരി. ലംബോദരൻ മാഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളെ വിടാന്നാ പറഞ്ഞു. എന്നിട്ട് ആളെവിടെ? ഇത് ഭയങ്കര കഷ്ടമാണ് ഇച്ചായ. നേരം വെളുക്കുമ്പോ എനിക്ക് അടുക്കളയിൽ എന്തോരം പണിയുള്ളതാന്നറിയോ? ഇത് കറണ്ട് ഇല്ലാതെ മിക്സി ഇല്ലാതെ ഒന്നും നടക്കൂല ഇച്ചായ ഈ പണിയൊന്നും. നമുക്ക് ശരിയാക്കാടി. എന്ത് ശരിയാക്കാന്ന്? ശരിയാക്കാം, നീ ധൈര്യമായിട്ടിരി. ഇച്ചായനൊന്ന് അടുക്കളയിൽ വന്ന് നോക്കിയേ. ഏതൊക്കെ പ്ലഗിൽ കറണ്ട് ഉണ്ട് ഏതൊക്കെ പ്ലഗിൽ ഇല്ലെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനി ബെഡ്റൂമിലാ ലൈറ്റ് ഇടുമ്പോ ഫാൻ കറങ്ങും, ഫാൻ്റെ സ്വിച്ച് ഇടുമ്പോഴത്തേക്ക് ഷോക്ക് അടിക്കും. ഇന്നലെ ഞാൻ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലഗ് കൂത്തിയിട്ട് സ്വിച്ച് ഇട്ടപ്പോഴത്തേക്കില്ലേ ഫ്രിഡ്ജ് ഓഫായി. ഇത് ഏത് ലോകത്തൊക്കെ വയറിംഗ് ആണെന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് ശരിയാക്കാന്നേ. ആള് വന്നില്ലെങ്കിലേ നമുക്ക് പുറത്തുനിന്ന് ആളെ വിളിച്ച് റെഡിയാക്കാം ഫസ്റ്റ്. എന്നിട്ട് ആ പൈസ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകാൻ. വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ 10 പൈസ മുടക്കാത്ത ഇച്ചായൻ കൂട്ടുകാരനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. അതൊന്നും ഇച്ചായൻ ഒരു കുഴപ്പമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മിക്സ് ശരിയായില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ഇല്ല, ഉച്ചയ്ക്ക് ഊണുമില്ല, രാത്രി അത്താഴവും ഇല്ല, പട്ടിണി. എന്റെ പൊന്നു മക്കളെ, ഒരു നിവർത്തിയില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ ഇന്ന് പുറത്തു പോയി ആഹാരം കഴിക്കും. ആണോ? എന്നാ അയാള് നന്നാക്കാൻ വരണ്ട, പുറത്തു പോവാം. തരത് ആ സാറേ, ഗുഡ് മോർണിംഗ്. ഒരു ഗുഡ് മോർണിംഗും ഇല്ല, വെരി ബാഡ് മോർണിംഗ്. ഇതെന്നെ വിഷയം? അല്ല പെണ്ണു കേസ് വല്ലതും ആണോ? പെണ്ണ് കേസല്ല, പെണ്ണുങ്ങൾക്ക് കിടന്നുറങ്ങാം. ഇതെന്നെ പുതിയ കേസ്? കറണ്ടിന്റെയാ. ഈ വീട്ടിലെ വയറിങ് മൊത്തം പ്രശ്നമാന്നേ. അടുക്കളയിലേ ആ പ്ലഗ് പോയിന്റിൽ കറണ്ട് വരുന്നില്ല. മിക്സി ഓൺ ചെയ്തിട്ട് അത് അനങ്ങുന്നില്ല എന്ന് പറഞ്ഞ് രാവിലെ തന്നെ ആലീസ് ഉടക്കില്ല. സാറൊന്നും നോക്കാൻ പറ്റുന്നത്? എനിക്ക് എങ്ങനെ അറിയാനാ? ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ല പഠിച്ചത്. പിന്നെ ആരെങ്കിലും വിളിച്ച് നോക്കിക്കണമെന്ന് ഞാൻ ഓമനക്കുട്ടനോട് പറഞ്ഞതാ, ഇതുവരെ നടന്നില്ല. അതെങ്ങനെ നടക്കും? ഈ ഓമനക്കുട്ടൻ സാർ ഇച്ചായന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ. 2 ദിവസം താമസിച്ചാലുവേ ഇച്ചായനൊന്നും പറയത്തില്ല എന്ന് ഓമനക്കുട്ടൻ സാറിന് അറിയാം. അതാ അങ്ങേര് ഇത്ര ഉഴപ്പുന്നത്. അതുകൊണ്ടൊന്നും ആയിരിക്കല്ലേ നീ. കാര്യം പറഞ്ഞാൽ ഈ സുലോചനയുടെ പേരിൽ ആ വീടൊന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ഇല അനങ്ങണമെന്നുണ്ടെങ്കിൽ മറ്റേ കഷണ്ടി വിചാരിക്കണം. ലംബോദരൻ മാഷ് ഇനി എന്ത് ചെയ്യുമെന്ന് പറ. അടുക്കളയിൽ മാത്രമല്ല, ഈ വീട് മൊത്തം പ്രശ്നമുണ്ടെന്നേ. പവിത്രൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് വരാമോ? അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ ഇത് കേട്ടിടത്തോളം ഇച്ചിരി കുഴപ്പം പിടിച്ച കേസാണ്. ഇച്ചിരി പൈസയും ചിലവാകും. അതെങ്ങനെ? ആ പൈസ സാറ് കൊടുക്കുമോ അതോ ലംബോദരൻ മാഷ് കൊടുക്കുമോ? എങ്ങനെ? അതിനെന്തിനാ ഇച്ചാനെന്തിനാ പൈസ കൊടുക്കുന്നത്? അതൊക്കെ ഹൗസ് ഓണർമാരുടെ ജോലിയല്ലേ. അതൊക്കെ ആലീസിന് അങ്ങനെ പറയാം. ഈ പുള്ളിയോട് ഒന്നും ചെന്ന് പറഞ്ഞാൽ പുള്ളി ഒന്നും ഏക്കൊന്നുമില്ല. പുള്ളി ഒരു പ്രത്യേകതരം മനുഷ്യനാ. അതെ, പുള്ളി തന്നെ അത് ഏക്കണം. എന്നുവെച്ചാൽ പുള്ളിയുടെ വീടാണല്ലോ ഇത്. ഇനി പുള്ളി കേൾക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിവരം അറിയുമെന്ന് പറഞ്ഞേക്ക് അല്ലേ. അമ്മാവാ, ആ ജോർജ് കുട്ടി വിളിച്ചിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ അമ്മാവ, അവിടെ ഒരു ഇലക്ട്രീഷ്യനെ പറഞ്ഞു വിടണമെന്ന്. എന്തൊരു മോശമാണെന്ന് അറിയാവോ? അവരവിടെ കുടുംബമായിട്ട് താമസിക്കുന്നതല്ലേ. കറണ്ടിലേക്ക് അവരെന്ത് ചെയ്യും? അവർക്ക് വല്ലതും വെച്ച് വിളമ്പി തിന്നണ്ടേ? കറണ്ട് കണ്ടുപിടിക്കുന്നതിന് മുമ്പും മനുഷ്യൻ ആഹാരം കഴിച്ചിരുന്നു. ആഹാ, നല്ല ന്യായം. വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് മാസാമാസം ചെന്നങ്ങ് വാടക വാങ്ങിച്ചാൽ പോരാ. അവിടെ വല്ല തകരാറ് വന്നാൽ പോയി പരിഹരിച്ചു കൊടുക്കുകയും വേണം. ഞാൻ എന്നിട്ട് ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കാൻ ഇന്നലെ വിചാരിച്ചപ്പോഴേക്കും അമ്മാവൻ പറഞ്ഞു വേണ്ട, അമ്മാവൻ വിളിച്ചോളാന്ന്. അമ്മാവൻ എന്നിട്ട് വിളിച്ചതുമില്ല. ആ ജോർജ് കുട്ടി ആണെങ്കിൽ എന്നെ ഇപ്പൊ വിളിച്ചിട്ട് ഇനി പറയാൻ ചീത്തയില്ല. കേൾക്കണം,
കാരണം ജോർജ് കുട്ടിയെ കൊണ്ടൊന്ന് വീട് കാണിച്ച് കരാറൊപ്പിട്ട് വാടകയ്ക്ക് കൊടുത്തത് നീയാണ്. അപ്പൊ അത് കേൾക്കാൻ നീ ബാധ്യസ്ഥനാണ്. പക്ഷെ വാടക വാങ്ങുന്നത് അമ്മാവനാണ്. അപ്പൊ പ്രശ്നം പരിഹരിക്കാൻ അമ്മാവനും ബാധ്യസ്ഥനാണ്. ആലീസിന്റെ സ്വഭാവം അമ്മാവനെ അറിയാഞ്ഞിട്ടാണ്. ആ ജോർജ് കുട്ടിയെ പോലെ ഒന്നുമല്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോണേന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. അനുഭവിച്ചോ? ആലീസിന്റെ സ്വഭാവം ശരിക്കറിയാവുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇലക്ട്രീഷ്യനെ പറഞ്ഞു വിടാത്തത്. ഇതുപോലുള്ള സ്ത്രീകളെ മര്യാദ പഠിപ്പിക്കാൻ ഇതേ ഉള്ളൊരു മാർഗം. 2 ദിവസം കറണ്ട് ഇല്ലാതിരിക്കുമ്പോ അവൾ എന്ത് ചെയ്യുമെന്ന് എനിക്കെന്നറിയണം. നിന്റെ അച്ഛൻ തോന്നാ ബാക്കിയുള്ളവരൊക്കെ നാണം കടത്തണമെന്ന് പറഞ്ഞ് നടക്കുകയാണോ? എടി, ആ ജോർജ് കുട്ടി ഇന്നലെ വിളിച്ചിരുന്നു. അവരുടെ വീട്ടിലെ അടുക്കളയിൽ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ അന്നേരം അച്ഛനോട് അത് പറയുകയും ചെയ്തു. ആളെ വിളിച്ച് വിടാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിട്ടിട്ടില്ല. ആ ജോർജ് കുട്ടി ഇപ്പോഴും കൂടെ എന്നെ വിളിച്ചിരിക്കണം. അപ്പൊ അച്ഛൻ എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞെന്നാ, ഈ കറണ്ട് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ടില്ലേ എന്ന്. ഇലക്ട്രീഷ്യനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് പൈസ കൊടുക്കണമല്ലോ. അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ന്യായമാണ്. എന്നാൽ മാസാമാസം അവിടെ ചെന്ന് വാടക വേണ്ടി വാങ്ങുമ്പോൾ ഈ ന്യായം ഒന്നും കാണാനുമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ വരുന്ന 7ാമത്തെ വാടകക്കാരനാണ് ഈ ജോർജ് കുട്ടി. ബാക്കി 6 പേരെ നിന്റെ അച്ഛൻ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് ഓടിച്ചു. എന്നിട്ട് ഞാൻ പോയി കാല് പിടിച്ച് കൊണ്ടുവന്ന ആ ജോർജ് കുട്ടിയെ. ഈ ജോർജ് കുട്ടിയും കൂടെ എങ്ങാനും പോയാ പിന്നെ ഈ ജമ്മത്ത് വേറെ വാടക കട കിട്ടുമെന്ന് വിചാരിക്കണം കേട്ടോ. ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ എന്ത് പറഞ്ഞാലും അച്ഛൻ എന്നെ നേരെ ചാടി കടിക്കാൻ നിൽക്കുക. സ്ത്രീകളായ വീട്ടിൽ അടുക്കള ജോലി ചെയ്ത് നടത്താൻ പോരെ? എന്റെ അമ്മേ, ഇടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ വീട്ടിൽ താമസിക്കുന്ന ബാക്കി ആരുടെ വാക്കിന് ഒരു വിലയുമില്ലേ? എന്തായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം. എന്നാ ഒന്ന് പറഞ്ഞു നോക്ക്. ആളൊന്നും അച്ഛാ, കുട്ടിയുടെ പറഞ്ഞത് ശരിയല്ലേ? കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. പ്രത്യേകിച്ച് മിക്സി ഇല്ലെങ്കിൽ ഒരു പണിയും നടക്കൂല. അത് മാത്രമല്ല ഡോക്ടർക്ക് ജോലിക്ക് പോകണ്ടല്ലേ, അതിനു മുമ്പ് ജോലിയൊക്കെ തീർക്കണ്ടേ അച്ഛാ? ഒരു കാര്യം ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ. എന്തെങ്കിലും കാരണവശാൽ കറണ്ട് പോയി എന്ന് കരുതുക. ഉദാഹരണത്തിന് ജംഗ്ഷനിലിരിക്കുന്ന ട്രാൻസ്ഫോമർ കത്തിപ്പോയെന്ന് കരുതുക. പുതിയ ജനറേറ്റർ കൊണ്ടുവന്ന് ആ ട്രാൻസ്ഫോമർ ശരിയാക്കി എടുക്കാൻ കുറഞ്ഞത് 3 ദിവസം എടുക്കും. അപ്പോ അവരെങ്ങനെ ആഹാരം കഴിക്കും? അങ്ങനെയൊന്നും ഇപ്പൊ സംഭവിച്ചില്ലല്ലോ. എപ്പോഴാലും നമ്മൾ എന്നെ ചെയ്തു കൊടുക്കണം. അത് ഇപ്പൊ തന്നെ ചെയ്തു കൊടുക്കുന്നതല്ലേ നല്ലത്. നല്ലതും ചീത്തയൊക്കെ എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്താലും അതിനൊരു നല്ല ഉദ്ദേശം ഉണ്ടായിരിക്കും. പക്ഷെ അത് മോശം അച്ഛാ. ജോർജ് കുട്ടി കുട്ടേട്ടനെ പറ്റി എന്ത് വിചാരിക്കും? ജോർജ് കുട്ടി അവനെ പറ്റി ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നോക്ക്, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീകൾ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന്. ഓമനക്കുട്ട സാറേ, നമസ്കാരം. സാർ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണോ? ഓ ഇല്ലാന്നേ, ചുമ്മാ മുണ്ടും ഷർട്ടും എടുത്തിട്ടാ. പറഞ്ഞോ പവിത്ര. ഞാൻ രാവിലെ ഡോക്ടറൊക്കെ വീട്ടിൽ പോയായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും ആലീസ് ഭയങ്കര കലിപ്പ. സ്വിച്ച് ഇട്ടിട്ട് ലൈറ്റ് കത്തുന്നില്ല, ഫാൻ വരുന്നില്ല, അവരുടെ ഇലക്ട്രിക് മുഴുവൻ കംപ്ലൈന്റ് ആണ്, കറണ്ട് ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ്. പവിത്ര, ഞാൻ എന്തോന്ന് ചെയ്യാനാ? ഞാൻ വിചാരിച്ചു വല്ലതും നടക്കുവോ? അമ്മാവിന്റെ അടുത്ത് വല്ലതും പറഞ്ഞാൽ അമ്മാവിന് മനസ്സിലാവണ്ടേ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് റിപ്പയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് പ്രശ്നമാവൂലേ? എന്ത് പ്രശ്നം വന്നാലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ്. അതെവിടുന്ന് ഈ അശരീരി? അതാണല്ലോ. അതാ പറഞ്ഞു. എന്റെ മാഷ് ഇങ്ങനെ കിടന്ന് വാശി പിടിക്കാവോ? ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഒരു ചെറിയ കേസല്ല, അങ്ങോട്ട് ഒരാളെ പറഞ്ഞു വിട്ടാ ഒന്ന് ശരിയാക്കി താ സാറേ. എന്റെ പവിത്ര, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരുണ്ട്. അവരടുത്ത് പോയി വല്ലതും പറഞ്ഞാൽ വല്ലതും ഒക്കെ നടക്കും. നല്ല മതിപ്പാണല്ലോ മരുമോന്. അവന് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. കാശ് മുടക്കേണ്ടത് ഞാനാ. മാസം കൃത്യമായിട്ട് വാടക തരുന്ന ഒരാളല്ലോ ഡോക്ടർ. അപ്പൊ മാഷം തിരിച്ചാ മര്യാദയൊക്കെ കാണിക്കണം. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പവിത്ര. ഈ ഡോക്ടർ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ ഈ ഡോക്ടറുടെ വീട്ടിൽ മറ്റൊരു സ്ത്രീ ഉണ്ടല്ലോ, ആലീസ്. അവളെ എനിക്ക് തീരെ ഇഷ്ടമല്ല. അതിന് മാഷത്തിന് ആലീസിനെ ഇഷ്ടപ്പെടുന്നത്, ഡോക്ടറിന് ഭയങ്കര ഇഷ്ടം ആലീസിന്. കഴിഞ്ഞ ആഴ്ച ഈ ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു അവിടം വരെ ഒന്ന് ചെല്ലണമെന്ന്. വളരെ സ്നേഹപൂർവ്വമാണ് വിളിച്ചത്. ഇതുപോലെ എന്തെങ്കിലും റിപ്പയറിംഗ് ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നമ്മൾ ഒരുമിച്ച് പഠിച്ചതാ. അവൻ ജർമ്മനിയിലാ ജോലി ചെയ്യുന്നത്. ഇപ്പൊ അവധിക്ക് വന്നിട്ടുണ്ട്. അവധിക്ക് വന്നപ്പോ എനിക്കൊരു സ്നേഹ സമ്മാനം തന്നായിരുന്നു, ഒരു കുപ്പി വിസ്കി. ഡോക്ടറുടെ മുഖം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ചീർത്ത് പഴുത്തിരിക്കുന്നു. ഇന്നലെ രാത്രി മൂക്കുമുട്ട് അടിച്ചതിന്റെ ക്ഷീണമാണല്ലേ? അയ്യോ, ഞാൻ മദ്യപിക്കത്തില്ല. ഇത് എന്താന്ന് വെച്ചാൽ ഈ അവൻ സ്നേഹ സമ്മാനമായിട്ട് തന്നപ്പോ ഞാൻ മേടിച്ച് വെച്ചെങ്കിൽ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ആലീസുമായിട്ട് സംസാരിച്ചു. അപ്പൊ ആലീസ് പറഞ്ഞു, മാഷ് പറയുന്നുണ്ടോന്ന് തോന്നരുത്, പറഞ്ഞോളൂ, മാഷ് കഴിക്കുമെങ്കിലും മാഷിന് ആ കുപ്പി തരാന്ന്. കഴിക്കുമെങ്കിൽ
ആലീസിനെ ആദ്യം കണ്ടപ്പോൾ ഒരു അഹങ്കാരിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നീട് ഓരോ തവണ കാണുമ്പോഴും എനിക്ക് ആ ധാരണ കൂടി വന്നു. നിങ്ങൾക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അതിൽ ദുഃഖം തോന്നുന്നു. അത് ശരി. അപ്പൊ മാഷിന് ആലീസിനെ ബോധിച്ചു, എന്നിട്ടാണോ ഇപ്പൊ തിരുത്തി പറയുന്നത്? ഇപ്പോഴല്ല, അന്ന് തന്നെ മാറ്റി പറഞ്ഞു. എന്നെ വിളിച്ചു വരുത്തി വിസ്കി ഒഴിച്ചു തന്നിട്ട് ഞാൻ കുടിച്ചതിന് ശേഷം അവൾ എന്താ പറഞ്ഞതെന്നറിയാം? ഞാൻ കൊറേ നേരമല്ല പെണ്ണുങ്ങളെ കുറ്റം പറയാൻ തുടങ്ങിയിട്ട്. താൻ ആരാന്ന തന്റെ വിചാരം? അലിസ വേണ്ട. പെണ്ണുങ്ങളോട് ഇത്ര പുച്ഛം? അങ്ങോട്ട് മാറിക്കേ. ഡോ, അതെ, താൻ ആദ്യം വന്നപ്പോ എന്തുവാ പറഞ്ഞത്? സ്ത്രീകള് മദ്യപിക്കാൻ പാടില്ലെന്ന്. സ്ത്രീകള് മദ്യപിച്ചാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴുവോ? വീഴുവോ? തനിക്ക് കാണാടോ? തന്റെ ക്ലാസ് എനിക്ക് വേണ്ട. സുലോചനയുടെ ഉച്ചി താൻ കണ്ടോ കേട്ടാ, താൻ കണ്ടോ? കണ്ട സ്ത്രീകളെ മദ്യപിച്ചത് കണ്ട? ആണുങ്ങൾക്ക് കുടിക്കാമെങ്കിൽ പെണ്ണുങ്ങൾക്കും കുടിക്കാം. ആണുങ്ങൾക്ക് ജോലി എടുക്കാമെങ്കിൽ പെണ്ണുങ്ങൾക്കും ജോലി എടുക്കാം. മനസ്സിലായോ? ഞാൻ പറയുന്നു. എന്റെ ഈച്ച, ഈ ആളുടെ അഹങ്കാരം ഞാൻ മാറ്റിത്തരാന്ന്. ഞാൻ ആദ്യം ചോദിച്ചത് താ സമാധാനം പറ. താൻ ആരാ? മര്യാദക്ക് സംസാരിക്കണോ? ലംബോദരൻ മാഷ്. മാഷ? താൻ ഏത് സ്കൂളിലാണോ പഠിപ്പിച്ചിരിക്കുന്നത്? ഇപ്പൊ പവിത്രൻ എന്തു പറയുന്നു? ഇത്തരം ഒരു വാടകക്കാരി എനിക്ക് ആവശ്യമുണ്ടോ? കറണ്ട് ഇല്ലാതെ വന്നാൽ എനിക്കെതിരെ കേസ് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ താനെ വീടൊഴിഞ്ഞു പൊക്കോളൂ. അപ്പൊ അത് ശരി. അപ്പൊ അവരവിടുന്ന് വീടൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് മാഷ് ഈ മാതിരിയിൽ അവരോട് പെരുമാറുന്നത്. ദേ, സാധാരണപ്പെട്ട ആൾക്കാരോട് കളിക്കുന്ന പോലെ അവരോട് കളിക്കാൻ നിൽക്കല്ലേ, വിവരം അറിയും. അവരെന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ കാര്യം, നടന്ന സംഭവം അവർ ഈ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നടക്കും. പിന്നെ ആ വീട് ഒരു പട്ടിക്കുഞ്ഞു പോലും വാടകയ്ക്ക് എടുക്കുകയല്ല. 2, മാഷിനെതിരെ അവർ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി പരാതിയും കൊടുക്കും. എഗ്രിമെന്റ് പ്രകാരം റിപ്പയറിംഗ് ചെയ്തു കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് മാഷിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്യും. നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ടും വരും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കക്ഷി ആലീസാണ്, അതൊന്ന് സൂക്ഷിക്കണം. വഴിയിൽ നിന്ന് തെറി പറഞ്ഞവനെ തല്ലാൻ കൊട്ടേഷൻ കൊടുത്ത ടീമാ. വെറുതെ പണി മേടിച്ച് കെട്ടല്ലേ, ഇരട്ടടിക്ക് ആവശ്യമുണ്ടോ? പവിത്രൻ എന്താ എന്നെ ഭയപ്പെടുത്തുകയാണോ? ഭീഷണിയൊന്നുമല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. പവിത്രൻ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. അപ്പൊ താടിയുള്ള അപ്പനെ പേടിയുള്ളൂ. വരട്ടെ. പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീമേ. പണിയൊന്നും എടുക്കാതെ പാട്ടും പാടി ഇങ്ങനെ ഇരിക്കാൻ എന്തൊരു സുഖിച്ചായ. പാട്ട് നല്ല ബോറായിരുന്നു. അല്ലടി, നന്നായിരുന്നു. അതെ അലിസേ, നിനക്ക് ഇന്ന് എന്താ ആഹാരം വേണ്ടതെന്ന് വെച്ചാല് ഞാൻ പവിത്രനോട് പറഞ്ഞത് വാങ്ങിച്ചു കൊടുത്തുവിടാം. പിന്നെ അഥവാ ഇലക്ട്രീഷ്യൻ വന്നില്ലെങ്കിൽ നമുക്ക് വിളിക്കുന്ന ആളെ വിളിച്ച് ശരിയാക്കി പറയുന്ന കേക്ക് വിളിച്ച് ശരിയാക്കാം. എടി, അതിന്റെ കാശ് നമുക്ക് അടുത്ത വാടകയിൽ നിന്ന് കുറച്ച് കൊടുത്താൽ മതിന്നേ. ഇച്ചായം വെറും ഒരു പാവമായി പോയല്ലേ. ഇതൊക്കെ ആ കിളവൻ മനഃപൂർവ്വം ചെയ്യുന്നതാ. കിളവാന്നൊന്നും പറയല്ലേ. പിന്നെ ഇച്ചായം വിളിക്കുന്ന പോലെ ഞാൻ മാഷേന്ന് വിളിക്കാം, എന്റെ പട്ടി വിളിക്കും. ഈ പട്ടിന്ന് വിളിച്ചത് അയാളെ കണ്ടായിരുന്നു. അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അയാൾക്ക് നന്നായിട്ട് മനസ്സിലാക്കി, അതുകൊണ്ടാണ് അയാൾ ഓടിയത്. വേറെ ഏതെങ്കിലും ഹൗസ് ഓണർമാരായിരുന്നെങ്കിൽ എപ്പോഴേ ആളെ വിട്ടനെന്നറിയോ? ഇതെങ്ങനെയാ കൂട്ടുകാരനായി പോയില്ലേ. ഇച്ചായ, ഞാൻ അറിയാതെ എന്നെ ഒളിപ്പിച്ച് ഈ വീട് കാണാൻ വന്നപ്പം ഒരു സ്വിച്ച് ഇട്ട് നോക്കാനുള്ള ബുദ്ധിയെങ്കിലും കാണിക്കണ്ടായിരുന്നോ ഇച്ചായ? ഞാൻ വന്ന് നോക്കുമ്പോ ഇവിടുത്തെ സ്വിച്ചുകൾക്കൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് പിന്നെ വന്നതാ. പിന്നെ വന്നെന്ന് പറഞ്ഞ അതിന് ശേഷം വന്നതാ. അപ്പൊ നമ്മൾ താമസിക്കാൻ വന്നതിന് ശേഷം ആയിരിക്കും. ഇനി അവസാനം പറയും ഞാനാണ് ഇതെല്ലാം കേടാക്കിയെന്ന്. സ്വന്തം കൂട്ടുകാരന് വേണ്ടിട്ട് ഇച്ചായൻ സ്വന്തം ഭാര്യനെ വരെ തള്ളി പറയും. ഇച്ചായൻ അതിനും മടിക്കത്തില്ല. എന്റെ കൊച്ചുമോളോട് ഞാൻ അങ്ങനെ ചെയ്യോടി. നീ വന്ന് വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. ഇനി അവര് പറയുന്നതും കേട്ടോ, എന്റെ കയ്യിലുള്ള കാശ് മൊത്തം ചെലവാക്കിക്കാണ് പരിപാടിയെങ്കിൽ നീ വിവരമറിയും. എന്റെ മാഷൊന്നും സമാധാനപ്പെടും, അങ്ങനെ ഒന്നും നടക്കുകയല്ല. അവർക്ക് പറട്ടെ. മാഷ് വളരെ കഷ്ടമാണ് കേട്ടോ. ഇന്നലെ ഞാൻ ഓമനക്കുട്ടനെ വിളിച്ച് പറഞ്ഞാണ്, ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടില്ലെന്ന് പറഞ്ഞാൽ എന്തുവാ മാഷ് ഇത്? ഞാൻ പ്രശ്നങ്ങളൊക്കെ അറിയുന്നത് ഇന്നലെ രാവിലെയാണ്. ഇന്ന് രാവിലെ വരെ നിങ്ങൾ വിളിക്കാതിരുന്നപ്പോൾ ഞാൻ കരുതി പ്രശ്നങ്ങളെല്ലാം തീർന്നു കാണുമെന്ന്. എങ്ങനെ തീരാനാ? ആരെങ്കിലും വന്ന് നന്നാക്കിയാലല്ലേ പ്രശ്നം തീരത്തുള്ളൂ. ഇവിടെ ആരും വന്നിട്ടില്ല. അതെ, എന്താണ് പ്രശ്നം? മൊത്തം പ്രശ്നമാണ്. പറ കാര്യമായിട്ട് പറ. അല്ലെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയണം. പറയൂ, എന്താണ് പ്രശ്നം? ഞാൻ പറയാം.
അടുക്കളയിലെ പ്ലഗിൽ ഏതിലൊക്കെ കറണ്ട് ഉണ്ട് ഏതിലൊക്കെ കറണ്ട് ഇല്ലെന്ന് എനിക്കറിയാൻ പാടില്ല. മിക്സി വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് നിന്ന് പോകും, കുറെ നേരം കഴിയുമ്പോഴത്തേക്ക് വർക്ക് ചെയ്യും. ഈ പ്രേതപ്പടത്തിന് അതൊക്കെ കാണത്തില്ലേ, അതുപോലെ. ആ ദേ, ഈ ഡൈനിങ് ഹാളിലെ പ്ലഗ് പോയിന്റിൽ മൊബൈൽ കുത്തിയിട്ട് സ്വിച്ച് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഫ്രിഡ്ജ് അങ്ങ് ഓഫ് ആകും. അങ്ങനെ എന്റെ 1 ലിറ്റർ പാലാണ് മോശമായത്. പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്ത് കഴിക്കുന്നത് അത്ര നല്ലതല്ല. പിന്നെ കഴിവതും പശുവിൽ നിന്നും കറന്നെടുത്തിട്ട് അരമണിക്കൂറിനുള്ളിൽ ചായ ഇട്ട് കുടിക്കുന്നതാണ് നല്ലത്. അലീസ് ഒരു കാര്യം, ആ ഫ്രിഡ്ജ് എടുത്ത് വല്ല ആഗ്രഹക്കാരനും കൊടുത്തിട്ട് 2 പശുവിനെ മേടിച്ച് വളർത്ത്. എന്നിട്ട് അരമണിക്കൂർ ഇച്ചിരി പാല് മേടിച്ച് കുടിക്കും. ദേ, തീർന്നില്ല. ഇനി ബെഡ്റൂമിൽ ലൈറ്റ് ഇടുമ്പോഴത്തേക്ക് ഫാൻ കറങ്ങും, ഫാന്റെ സ്വിച്ച് ഇടുമ്പോഴത്തേക്ക് ഷോക്ക് അടിക്കും. ചെറുപ്പക്കാരായ നിങ്ങളുടെ ബെഡ്റൂമിൽ എന്തിനാണ് ലൈറ്റ്? അത് അണച്ചിട്ടാ പോരെ. വീട്ടിലെ കറണ്ടിന്റെ കാര്യം പറയാൻ വേണ്ടി വന്ന ടീം ഇവിടെ വന്നിട്ട് ഏപ്പടത്തിന്റെ കഥ പറയുന്നു. എന്നതാ മാഷേ, അത് അവര് പറയുന്ന അത് ശ്രദ്ധിച്ച് കേക്ക്. ദേ, ഈ കോളിംഗ് ബെല്ല് അത് ഇടക്കിടക്ക് വർക്ക് ചെയ്തോണ്ടിരിക്കും. ആരെങ്കിലും വന്നോർത്ത് വന്നു നോക്കുമ്പോഴത്തേക്ക് ഒറ്റ മനുഷ്യനില്ല. അതെങ്ങനെ കാണും? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഈ ഗേറ്റ് ഇങ്ങനെ തുറന്ന് മലർത്തിയിടരുതെന്ന്. ആരെങ്കിലും ഒന്ന് കോളിംഗ് ബെല്ല് അടിച്ചിട്ട് പോകുന്നതായിരിക്കും നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി. മാഷ എങ്ങനെ ഊടായ്പ ന്യായം പറയരുതേ. ഇലക്ട്രീഷ്യൻ വരാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാകത്തില്ല. പൗത്രന് പരിചയമുള്ള ഒരാളുണ്ട്, അയാളെ വിളിക്ക്. ഞാൻ വിളിക്കാം. ഇല്ല, അത് നടക്കില്ല. ആര് പറഞ്ഞു? പുള്ളി നല്ലതായിട്ട് നടക്കും, ഓടും, കൈ വീശിയേ നടക്കുള്ളൂ. കോമഡി വേണ്ട. എനിക്ക് പരിചയമുള്ള ആളെ മാത്രമേ ഞാൻ വിളിക്കൂ. അയ്യോ, ലോകത്ത് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ. ആദ്യം ഈ സ്ത്രീ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ ഒരാളെ വിളിക്കും. അയാൾ വന്ന് നോക്കിയതിന് ശേഷം 500 രൂപ താഴെ കൂലി പറയുകയാണെങ്കിൽ നമുക്കത് ആലോചിക്കാം. 500 രൂപയിൽ കൂടുതൽ പറഞ്ഞാലോ? ഒന്ന് ആലോചിക്കേണ്ടി വരും. ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ. എന്റെ അലീസ അങ്ങോട്ട് ചെല്ല, എന്നിട്ട് അവിടുത്തെ കംപ്ലൈന്റ് എന്നാ പുള്ളിയോട് ചെന്ന് പറ. പോ. പിന്നെ ഞാൻ ഇപ്പൊ തന്നെ പോവാം. അങ്ങേരുടെ വർത്താനം കേട്ടാ നെറുകം തലയ്ക്ക് ചെരവെടുത്ത് അടിക്കാൻ തോന്നും. ഇതൊക്കെ എന്ത് നിസ്സാരമായ കാര്യങ്ങളാ. അയ്യോ കഷ്ടം. അച്ഛാ, അച്ഛാ, എണീക്കച്ച. എത്ര നേരോട്ട് ഇങ്ങനെ ഇരിക്കുന്നു? ഇപ്പോൾ ഞാൻ പ്രപഞ്ചശക്തിയുമായ ഒരു ഗാഠമായ ഐക്യപ്പെടലിൽ മുഴുകിയിരിക്കുകയാണ്. എന്റെ ശ്രദ്ധ മാറ്റാൻ നോക്കരുത്. അമ്മാവ, ഈ ഐക്യപ്പെടലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാവാം. എന്തെങ്കിലും ഒന്ന് കഴിച്ചാട്ടെ. ഇന്നത്തെ ദിവസം രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. മോനെ ഓമനക്കുട്ട, ഭക്ഷണം എന്നത് ഭൗതിക പ്രപഞ്ചത്തിലെ ഒരു പ്രലോഭനം മാത്രമാണ്. ഭക്ഷണത്തെക്കാൾ പ്രധാനപ്പെട്ടത് എന്തെല്ലാമുണ്ട് ഈ ലോകത്ത്? ഇത്രയും കാലത്തെ എന്റെ ജീവിതം നിരർത്ഥകമായി പോയി. സമ്പത്തിന് പിന്നാലെ ഞാൻ കുതിച്ചു പായുകയായിരുന്നു. എല്ലാം മായയാണെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. എന്നാ പിന്നെ അമ്മാവന്റെ സമ്പത്തിന്റെ കുറച്ച് നമുക്കിങ്ങ് എഴുതി തന്നൂടെ? അതെങ്ങനെ തരും? സമ്പത്തെല്ലാം ആത്യന്തികമായി എന്റെ അല്ലല്ലോ, ഈശ്വരാനുഗ്രഹമല്ലേ. അത് ശരി, തലയ്ക്ക് വട്ടായാലും സമ്പത്ത് വിട്ടുള്ള കളിയില്ല. എനിക്കുള്ളതെല്ലാം ഞാൻ പരമാത്മാവിന് സമർപ്പിച്ചു കഴിഞ്ഞു. എനിക്കിനി ഒന്നുമില്ല. കുട്ടേട്ടാ, ഇത് ഇങ്ങനെ വിട്ടാ ശരിയാവൂല കേട്ടാ. നമുക്ക് അച്ഛനെ ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കണം. അതിലൊന്നും ഒരു കാര്യമില്ല. വിളിച്ചോണ്ട് പോയി ആ ജംഗ്ഷനിലുള്ള ട്രാൻസ്ഫോമറിന്റെ അടിയിലിരുത്ത് ശക്തമായ ഒരു മറുഷോക്ക് കിട്ടിയാൽ ശരിയാവും. പിന്നെ എന്തോ നീ കാണിക്കണത്?